ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ ദ ക്ലാസ് 10 ഹിന്ദി. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാം, അല്ലെങ്കിൽ മെയിൻ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ബാക്കിയാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൂചന ദോഹയെ പഠിക്കർ പ്രശ്നം 12 और 13 के ഉത്തർ ലിഖിയ. അതായത് താഴെ കൊടുത്തിട്ടുള്ള ദോഹ വായിച്ചിട്ട് 12, 13 എന്നീ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനുള്ളതാണ്. ഐസി ബാണി ബോലിയെ മൻക ആപ്പ ഹോയെ അപ്ന തൻ സീതൾ കരെ ഓരൻകോ സുഹോയെ. അതായത് നമ്മൾ നല്ല സംസാരം അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ആദ്യത്തെ ദോഹ. രണ്ടാമത്തെയാണ് സാധു ഐസാ ചാഹിർ ജൈസ സൂബ് സുബായെ സാർ സാർക്കോ ഗഹി രഹെ തോത്താ തേയി ഉടായി. അതായത് ഒരു സാധു എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? നല്ല കാര്യങ്ങളെ അബ്സോർവ് ചെയ്യുകയും ബാക്കിയുള്ള അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ എന്തിനും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞ അതാണ് ഈ ഒരു ദോഹയുടെ മീനിങ്. ഇനി നമുക്ക് നോക്കാം. പ്രസ്താവ് എന്ന് പറഞ്ഞ ഒരു 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. अपनी वाणी से तन मन को शांत किया जा सकता है, दूसरों को सताना सज्जनों का स्वभाव है, अपनी बातों से दूसरों को सुख प्रदान करना है, औरों को सताने में मन में शांति आती है सताने से. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇതാണ് ഉപര്യോക്ത ദോഹോं के आधार पर सही प्रस्ताव क्या है. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അതായത് നമ്മൾ മുകളിലുള്ള ദോഹ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തന്നിട്ടുള്ള സെന്റൻസിൽ ഏതൊക്കെയാണ് ശരി? അപ്പനി വാണി സെ തൻ മൻ കോ ശാന്ത് കിയാ ജാ സക്താ ഹൈ. നമ്മുടെ സംസാരം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഒരു ശാന്തത കൈവരിക്കാനായിട്ട് സാധിക്കും. അതെന്താണ്? ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. ദൂസരോങ്ക സതാന സജ്ജനോങ്ക സ്വഭാവം. മറ്റുള്ളവരെ എന്ത് ചെയ്യുക? ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നാണ് നല്ല ആളുകളുടെ സ്വഭാവം. അതെന്താണ്? തെറ്റാണ്. അപ്പനി ബാത്തോസെ ദൂസരോങ്ക സുഖ് പ്രദാൻ കർണ ഹെ. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സുഖം നൽകാനായിട്ട് സാധിക്കണം. അപ്പോൾ 1 ശരിയാണ്, 3 ശരിയാണ്. ഓരോങ്കോ സതാനേസെ മന്മേ ശാന്തി ആത്തി ഹെ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് മനസ്സിൽ ശാന്തി കിട്ടും? ഒരിക്കലും ഇല്ല. അപ്പോൾ 1, 3 എന്നിവയാണ് ശരി. നമ്മൾ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഗ എന്നുള്ളതാണ് ശരി. ഓക്കെ, എവിടെ പോയിന്റർ? ഓക്കെ, ഗ എന്നുള്ളതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സാർത്ഥക് ബാത്തോं को अपनाकर बेकार की बातों को छोड़ना है आशय वाली पंक्ति चुनकर लिखे. അതായത് നല്ല കാര്യങ്ങളെ നമ്മൾ സ്വീകരിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്ന ആശയം വരുന്ന വരികൾ ഏതാണ്? സാർ സാർക്കോ ഗഹി രഹെ തോത്താ തേയി ഉടായ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. പരി ലട്കി കഹാനി കാ യാംശ പഠിക്കർ പ്രശ്ന 14 और 15 के ഉത്തർ ലിഖിയ. അതായത് പരി ലട്കി എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് 14, 15 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതണം. ക്യാ തുമാരെ പാസ് കുച്ച് ആനാ ഹെ മേം ഫുസ്ഫുസായ मेरी परी लड़की ने सिर हिलाया हम देखते रहे इंतजार करते रहे एक गलत कदम का मतलब द मौत मेरी मौत उसकी मौत जब सही समय आया तो उसने बाट के पार से सेब फेंका. അതായത് ഈ ആൺകുട്ടിയും അതായത് നമ്മുടെ ആൺകുട്ടിയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും കാണുന്നുണ്ട്. ഹർമനും റോമയും കാണുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ഹർമൻ ചോദിക്കുകയാണ് റോമയുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ പെൺകുട്ടി തലയാട്ടുന്നു. പിന്നെ ഒരു അവസരം നോക്കിയിട്ട് ഒരു ആപ്പിള് എറിഞ്ഞു കൊടുക്കുന്നു ഹർമന് വേണ്ടി. അപ്പൊ അതാണ് ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. 14 കിസ്നെ കിസ്കോ സേബ് ഫേങ്ക് ദിയ. ആർക്കാണ് ആപ്പിള് എറിഞ്ഞു കൊടുത്തത്? ആർക്കാണ്? റോമാനെ ഹർമൻകോ. റോമയാണ് എറിഞ്ഞു കൊടുത്തത്, ഹർമന് വേണ്ടിയാണ് കൊടുത്തത്. ഹർമനിട്ടാണ് ആപ്പിൾ എറിഞ്ഞത്. ഇനി 15 संकेतों की मदद से हरमन की चरित्रगत विशेषताओं पर टिप्पणी लिखे. കൺഫേം ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമുകളിലും കാണാൻ സാധിക്കും. അതായത് ഹർമന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ളതാണ്. ഒന്നാമത് എന്താണ്? കഷ്ടദായം സഹന. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവൻ. ആത്മവിശ്വാസകൻ. അവൻ എപ്പോഴും ഒരു കോൺഫിഡൻസ് അവനുള്ളിൽ തന്നെ ഉണ്ട്. യാദോമേ ഹോന. എപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളെ ഓർക്കുന്ന ഒരു ശീലമുണ്ട്. മാസേ പ്യാർ കർണ. അമ്മയോടുള്ള സ്നേഹം. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റിനെ കുറിച്ച് 2 സെന്റൻസ് വീതം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ അതേത് പരി ലട്കി എന്ന് പറയുന്ന സ്റ്റോറിയാണ്, അപ്പോൾ എഴുതിയത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഹിന്ദിയിലേക്ക് ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇതൊക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 8 സെന്റൻസോളം അല്ലെങ്കിൽ 10 സെന്റൻസോളം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. 4 മാർക്ക് കിട്ടും. ഇനി അടുത്താണ് സങ്കേതോं की सहायता से रोमा की ചരിത്ര വിശേഷതാം पर टिप्पणी लिखी. ഇനി അല്ലെങ്കിൽ റോമേനെ കുറിച്ച് എഴുതാം. എന്താണ്? ഹോഷിയാർ ലഡ്കിയാണ്. ഓക്കെ, കാരണം ബുദ്ധിമതിയായ പെൺകുട്ടിയാണ്. സമാനുഭൂതി
സഹാനുഭൂതി എന്നാവണം ഒരുപക്ഷെ അവിടെ. സഹാനുഭൂതി രഖ്നെ വാലി, സഹാനുഭൂതി ഉണ്ട്. പ്രതീക്ഷ കർണേ വാലി, പ്രതീക്ഷയുള്ള ഒരു പെൺകുട്ടിയാണ് ജീവിതത്തിലൊക്കെ. ഓക്കെ, അപ്പം ഒന്നുകിൽ നിങ്ങൾ ഹർമനെ കുറിച്ച് എഴുതണം അല്ലെങ്കിൽ റോമേനെ കുറിച്ച് എഴുതണം. ആ ഒരു 2 ഓപ്ഷൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു ഹിന്ദിയുടെ എക്സാമിന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ക്ലാസ് എടുത്താലും ഒരേ ഒരു ക്വസ്റ്റ്യൻ പുറത്തുനിന്നായിരിക്കും. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നിമ്നലിഖിത് കവിത. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചൊക്കെയാണ് കൊടുത്തിരുന്നത്. ഇതിൽ നിമ്നലിഖിത് കവിതാക്കി പങ്ക്തിയാ പഠിക്കർ പ്രശ്ന 16 और 17 के उत्तर लिखी. അതായത് താഴെ ഒരു കവിത തന്നിട്ടുണ്ട്, അതിൽ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് 16-17 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ്. ഫൂൽ ഓർ കാണ്ട എന്നാണ് കവിതയുടെ പേര്. എഴുതിയത് അയോധ്യ സിംഗ് വാദ്യ ഹരിയോദാണ്. ഹേ ജനം ലേത്തെ ജഗ മേം एक ही पौधा उन्हें है पालता, रात में उन पर चमकता चांदनी, एक ही सी चांदनी है डालता, मैं उन पर है बरसता एक सा, एक सी उन पर हवाएं है वही, पर सदा ही ये दिखाता है समय, ടങ് ഉൻകെ ഏക് സെ ഹോത്തേ നഹി. ഓക്കെ, ഒരു സിമ്പിൾ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് തന്നെ വരണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചെന്നേ ഉള്ളൂ. ഫൂൽ ഓർ കാട്ടെ കാ ജനം കഹാം ഹോത്താ ഹെ. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൂൽ काटे का जन्म कहाँ होता है, जन्म लेते जगह में एक ही पौधा उन्हें है पालता. अब എന്താണ് एक ही जगह में दोनों का जन्म होता है. ओके, അടുത്ത കവി और कविता का परिचय देते हुए കവിതാംശ ആശയം लिखिए. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. തന്നിട്ടുള്ള കവിതയുടെ ആശയം എഴുതണം, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന കവിതാംശ ആധാർ വിശ്ലേഷണാത്മക ടിപ്പണി ലിഖിए എന്ന് പറഞ്ഞുകൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ഇതൊക്കെയാണ് ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് നോർമലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ആ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും. പിന്നെ ബാത്ചീത്ത്, എന്തായാലും ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ചോദിക്കും. അത് ഒന്നുകിൽ ഓട്ടോവാല ലേഖിയാവാം, അല്ലെങ്കിൽ ഇപ്പം എന്താണ് നമ്മുടെ പരിയിലെടുക്കിയിലെ ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന കോൺവെർസേഷൻ, ഒന്നുകിൽ ഹർമനും റോമയായിട്ടുള്ള കോൺവെർസേഷൻ ചോദിക്കാം, ഹർമനും അമ്മയായിട്ടുള്ള കോൺവെർസേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഹർമനും ഭായിയായിട്ടുള്ള കോൺവെർസേഷൻ ചോദിക്കാം. ആ രീതിയിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഹിഡ്കി എന്ന് പറയുന്ന ലഘുത, അതായത് നമ്മുടെ ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ എക്സാമിന്റെ, നമ്മൾ ആദ്യം മുതൽ പഠിച്ചതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എക്സാമിന് ഉണ്ടാകും. അപ്പൊ അതുകൂടി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് അടുത്തതെന്ന് പറഞ്ഞാൽ പട്കഥയാണ്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. കാരണം നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാമിനാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമിന് അതെന്ത് ചെയ്യുക, ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം സ്ക്രിപ്റ്റ് ഒരെണ്ണം പഠിച്ചാൽ മതി, പിന്നീട് നമുക്ക് ബാക്കിയുള്ള എഴുതാനായിട്ട് സാധിക്കും, ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വാക്യ വിസ്താർ കരെ, അല്ലെങ്കിൽ സെന്റൻസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം അത് മിക്കവാറും ലഘുകഥയോ അല്ലെങ്കിൽ ഒരുപക്ഷെ സ്റ്റോറിയിലൊക്കെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ ലേഖിലെ ഒരു സെന്റൻസ് തരാം, ഗലീലിയോയിലെ. അപ്പോൾ ആ സെന്റൻസുകളൊക്കെ തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കുക. അപ്പം അതുപോലെ തന്നെ വഹഹം അല്ലെങ്കിൽ സർവനാമം, ഇവിടെ ആർക്ക് പകരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാൻ പറ്റണം. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഇഷ്ടം പോലെ ഉണ്ട്. കേശവന്റെ എഴുതാൻ ചോദിക്കാം, ഹർമന്റെ ചോദിക്കാം, റോമയുടെ ചോദിക്കാം. അപ്പം ഇങ്ങനെ പലരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യത ഈ എക്സാമിന് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗലീലിയോടെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ പുറത്തു നിന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു കവിതയോ എന്തെങ്കിലും തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറഞ്ഞ് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് വരാം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.